കോഴിക്കോട് എലത്തൂരിലെ 26-കാരിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനായി കസ്റ്റഡി അപേക്ഷ നൽകി. പോക്സോ വകുപ്പുകൾ കൂടി ചേർത്ത് പ്രതിക്കെതിരായ പുതിയ എഫ്ഐആർ എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഒന്നിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി യുവതിയെ വൈശാഖൻ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഇതല്ലേ, മാക്സിമം തൂക്കയറിട്ടുണ്ട്. അത്ര ഈ കാണുന്ന കടമുറിക്കകത്ത് നിന്നാണ് ഈ കുറ്റകൃത്യം നടക്കുന്നതും അതിനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നതും. യുവതിയുടെ മൃതദേഹം കണ്ട നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടി പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് ഈ നാടും നാട്ടുകാരും കേട്ടത് ഞെട്ടിക്കുന്ന ചില കഥകളാണ്. വയസ്സുകാരിയുടേത് കൊലപാതകമാണെന്നറിഞ്ഞത് മുതലുള്ള ഞെട്ടൽ മാറിയിട്ടില്ല നാട്ടുകാർക്ക്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്ന് തോന്നിപ്പിച്ച സംഭവം. യുവതിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി വൈശാഖൻ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞാണ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലായിരുന്നു ആസൂത്രിത കൊലപാതകം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ ജ്യൂസിൽ ഉറക്കുഗുളിക കലർത്തിയെന്നും താൻ മയങ്ങിയ സമയത്ത് യുവതി ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഉറക്ക ഗുളിക കഴിച്ച് മയങ്ങിയെന്ന് പറഞ്ഞ പ്രതി നഗരത്തിലെ ആശുപത്രി വരെ വാഹനം ഓടിച്ചെത്തിയത് സംശയങ്ങൾക്ക് കാരണമായി. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് വൈശാഖൻ സ്ഥാപനത്തിൽ നിന്നും യുവതിയെ മർദ്ദിക്കുന്നതും കഴുത്തിൽ കുരുക്കിട്ട ശേഷം യുവതി നിന്നിരുന്ന സ്റ്റൂൾ പ്രതി ചവിട്ടിത്തെറിപ്പിക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതി കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തോട് ലൈംഗിക വൈകൃതം കാട്ടുന്നതും CCTVയിൽ പതിഞ്ഞു. വൈശാഖന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് യുവതിയുടെ ബാഗ് പോലീസ് കണ്ടെത്തിയിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഡയറിയിൽ നിന്ന് വർഷങ്ങൾ നീണ്ട പീഡനത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 16 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നാണ് ഡയറിയിലുള്ളത്. ഇത് തെളിവാക്കിയാണ് പ്രതിക്കെതിരെ പോക്സോ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ കരുതിയില്ലല്ലോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഒരു അതിശയം പോലെയായിപ്പോയി. കേട്ട സമയത്ത് ഒരു പെട്ടെന്നൊരു ഇതായി പോയിരുന്നു. ഇങ്ങനെ സംഭവിക്കും, നമ്മളെ നാട്ടില് ഇങ്ങനെ സംഭവിക്കുമ്പോ ഒരു ഇതല്ലേ. കണ്ടിട്ട് അങ്ങനെ ഒരാളാന്ന് വിചാരിച്ചില്ല. സംഭവം അറിഞ്ഞപ്പോഴാണ് ക്രൂരതയാന്ന് പറയാനുണ്ടോ. ഭയങ്കര ക്രൂരതയല്ലേ നടന്നത്. എനിക്ക് മാക്സിമം തൂക്കയറിട്ടുണ്ട്. അത്ര ക്രൂരതയാന്ന് പറയുന്നത്. കൊയിലാണ്ടി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കൊല്ലപ്പെട്ട യുവതിയുടെയും വൈശാഖന്റെയും ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചു. നമ്മളെ നാട്ടില് ഇങ്ങനെ സംഭവിക്കുമ്പോ ഒരു ഇതല്ലേ, മാക്സിമം തൂക്കയറിട്ടുണ്ട്. അത്ര മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.